ലിയോണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിലും കേരളത്തിലെത്തില്ല. മാർച്ച് വിൻഡോയിലെ അർജന്റീനയുടെ 2 കളിയും ഖത്തറിൽ നടക്കും. 27-ന് ഫൈനലിലും സ്പെയിനെയും 31-ന് ഖത്തറിനെയും അർജന്റീന നേരിടും. മെസ്സി മാർച്ചിൽ കേരളത്തിൽ വരുമെന്നും ടീമിന്റെ മെയിൽ വന്നെന്നും കായിക മന്ത്രി അബ്ദുറഹ്മാൻ നേരത്തെ അറിയിച്ചിരുന്നു. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിന്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്ന് അടുത്ത ദിവസം തന്നെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്ന് അവർ അറിയിച്ചു. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, മെസ്സി മാർച്ചിലും എത്തില്ല എന്നാണ് അറിയുന്നത്. 2 കളിയും ഖത്തറിലായിരിക്കും എന്നും മനസ്സിലാക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഖത്തറിലെ കളികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? മലയാളികൾ കേരളത്തിലേക്ക് പ്രതീക്ഷിക്കേണ്ട അല്ലേ? കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായി കേൾക്കുന്നതാണ് മെസ്സി വരും, മെസ്സി വരില്ല, മെസ്സി വരും, മെസ്സി വരില്ല എന്നുള്ളത്. ഏതായാലും ഈ ഒരു അടുത്ത മാർച്ചിലെ അന്താരാഷ്ട്ര വിൻഡോയിൽ, ഫിഫയുടെ അന്താരാഷ്ട്ര വിൻഡോയിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഏകദേശമല്ല, അത് ഉറപ്പ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി, ഫുട്ബോളിൻ്റെ പ്രാദേശിക സംഘാടന സമിതി പുറത്തിറക്കിയ ഷെഡ്യൂൾ പ്രകാരം അർജന്റീനയുടെ മത്സരങ്ങൾ മുഴുവൻ നടക്കുന്നത് ഖത്തറിലാണ്. നമുക്കറിയാം, ഫൈനലിസം എന്ന് പറയുന്ന പോരാട്ടം യൂറോപ്യൻ ചാമ്പ്യന്മാരും അതുപോലെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടം സ്പെയിനും അർജന്റീനയും തമ്മിലാണ്. മാർച്ച് 27-ന് ഐക്കോണിക് സ്റ്റേഡിയമായ ലുസൈലിൽ വെച്ചാണ് ഈ ഓൾറെഡി ടിക്കറ്റുകൾ ലഭ്യമായി. ഈ ഫെബ്രുവരി അവസാനത്തോടു കൂടിയ ടിക്കറ്റുകളുടെ വിൽപ്പന ആരംഭിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തോടനുബന്ധിച്ച് ഫുട്ബോളിൻ്റെ ഒരു ആഘോഷം തന്നെ, ഒരു ഫെസ്റ്റിവൽ തന്നെ ഖത്തറിൽ സംഘടിപ്പിക്കാനാണ് ഇവിടുത്തെ പ്രാദേശിക സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം മാർച്ച് 26-ന് സൗദിയും ഈജിപ്തും തമ്മിൽ ആദ്യത്തെ മത്സരം നടക്കും. അതുപോലെ ഖത്തറും സെർബിയയും തമ്മിലുള്ള മത്സരം അതേ ദിവസം തന്നെ നടക്കും. പിന്നീട് ഫൈനലിസിമ പോരാട്ടമാണ് നമ്മൾ കാത്തിരിക്കുന്ന അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള പോരാട്ടം. തൊട്ടു പിന്നാലെ ഈജിപ്തും സ്പെയിനും തമ്മിലുള്ള പോരാട്ടം മാർച്ച് 30-നുണ്ട്. സെർബിയയും സൗദിയും തമ്മിലുള്ള പോരാട്ടം അതേ ദിവസം തന്നെ വേറൊരു സ്റ്റേഡിയത്തിൽ, ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. ലുസൈൽ സ്റ്റേഡിയത്തിൽ മാർച്ച് 31-ന് അർജന്റീനയും ഖത്തറും തമ്മിലുള്ള പോരാട്ടമുണ്ട്. അതോടുകൂടെ ഈ മാർച്ച് മാസത്തിൽ മുഴുവൻ മത്സരങ്ങളും ഷെഡ്യൂൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഖത്തറുമായിട്ടാണ് അവസാനത്തെ മത്സരം. ഈ ഫിഫ വിൻഡോയുടെ മാർച്ച് മാസത്തിൽ വിൻഡോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നമുക്കറിയാം, അടുത്ത ലോകകപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ്. അതിനുശേഷം ഈ ഒരു സമയത്ത് അർജന്റീനയെ പോലെയുള്ള ലോകകപ്പിൻ്റെ ഫിഫ റാങ്കിങ്ങിൽ 2ാമത് നിൽക്കുന്നൊരു ടീം കേരളത്തിൽ മത്സരിക്കുക എന്നുള്ളത് സാധ്യമാണെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നവംബറിൽ മെസ്സി വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നില്ല. മാർച്ചിൽ മെസ്സി വരുമെന്ന് കായിക മന്ത്രി മാർച്ച് 4-ന് ഉറപ്പ് പറഞ്ഞിരുന്നു. ഈ സാധ്യത കൂടി ഈ പുതിയ പ്രഖ്യാപനത്തോടുകൂടെ ഖത്തറിലെ ഫുട്ബോൾ ഫിക്ചർ വന്നതോടുകൂടി ആ സാധ്യത കൂടി അടഞ്ഞിരിക്കുകയാണ്. ഏതായാലും മെസ്സി അടുത്ത കാലത്തൊന്നും ഇനി കേരളത്തിലേക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? അല്ല, ഖത്തറിലെ മലയാളികൾ വലിയ സന്തോഷത്തിലായിരിക്കും. ഖത്തർ ദോഹ മലയാളികളൊക്കെ, അബ്ബാസ് ഉൾപ്പെടെ വലിയ ഹാപ്പിയാണെന്ന് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും ലയണൽ മെസ്സിയെ പോലെയുള്ള ഒരു സ്റ്റാർ പ്ലെയറെ, ഗോട്ട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരത്തെ, ഈ ഐക്കോണിക് താരത്തെ കാണുക എന്നത് ഖത്തറിലെ ആരാധകരെ സംബന്ധിച്ചോളം അത് പുതുമയുള്ള കാര്യമല്ല. 2022 ലോകകപ്പിൽ അവർ നേരിട്ട് കണ്ടതാണ്. ഏതായാലും മെസ്സി ഒരിക്കൽ കൂടി ഈ നാട്ടിലേക്ക് വരുന്നു. ഖത്തർ നമുക്കറിയാം, ഫിഫ അറബ് കപ്പ്, അതുപോലെ അണ്ടർ-17 വേൾഡ് കപ്പ്, ഇന്റർ കോണ്ടിനൽ കപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയായി നിൽക്കുകയാണ്. തൊട്ടുടനെയാണ് ഇങ്ങനെയൊരു ഫുട്ബോളിൻ്റെ ആഘോഷം കൂടി വരുന്നത്. മെസ്സിയെ നേരിട്ട് കണ്ടവരാണ് ഇവിടുത്തെ ഫുട്ബോൾ ആരാധകരിൽ മിക്കവരും. ഏതായാലും മെസ്സി വരുന്നു. അതേപോലെ തന്നെ ഈ ലോക ഫുട്ബോളിലെ സെൻസേഷനായ ലാമിൻ യമാൽ വരുന്നു. തൊട്ടപ്പുറത്ത് ഈജിപ്തിൻ്റെ മുഹമ്മദ് സലാ വരുന്നു. ഇങ്ങനെ ഒരു ഫുട്ബോളിൻ്റെ മറ്റൊരു ആഘോഷം കൂടി ഇവിടെ വരികയാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഫൈനലിസിമ പോരാട്ടം തന്നെയാണ്. നമുക്കറിയാവുന്ന ഒരു 38-കാരനായ മെസ്സിയും 18-കാരനായ ലാമിൻ യമാലും തമ്മിലുള്ള ആദ്യത്തെ പോരാട്ടം എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ലോക ഫുട്ബോൾ
ഫുട്ബോളിൻ്റെ ബാറ്റൺ അടുത്ത തലമുറയിലെ സ്റ്റാർ ആയിട്ടുള്ള യാമിൻ യമാലിലേക്ക് കൈമാറുന്ന ഒരു സവിശേഷത, ഒരു പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഫൈനലിസിമ പോരാട്ടത്തിലേക്ക് ആരാധകർ കണ്ണു നട്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നടക്കമുള്ള ആരാധകർ ഇതിനു വേണ്ടി ടിക്കറ്റ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 25-ന് ഖത്തറിൽ ഇതിൻ്റെ ടിക്കറ്റ് ലഭ്യമാകും. ഏതായാലും ഈ ഒരു ഫുട്ബോളിൻ്റെ മാമാങ്കത്തിലേക്കുള്ള മഹോത്സവത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഖത്തറുള്ളത്. അതോടുകൂടെ തന്നെ ലയണൽ മെസ്സി കേരളത്തിലേക്ക് ഫിഫയുടെ ഈ മാർച്ച് വിൻഡോയിൽ വരില്ല എന്നുള്ള ഒരു ദുഃഖസത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശരി.